ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ലെക്ചർ സീരീസ് പ്ലാൻ ചെയ്യുന്നത് KTUവിൻ്റെ EST102 പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലാബ് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസ് വഴി നിങ്ങൾക്ക് 20ഓളം എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് കിട്ടും. ഇത് കൂടാതെ അൽഗോരിതവും അതിൻ്റെ എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അൽഗോരിതവും പ്രോഗ്രാമും ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കാം. ദെൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന കോഴ്സിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ കൺസെപ്റ്റ് പാർട്ടും വിത്ത് മോർ പ്രോഗ്രാംസും ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ സീരീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെക്ചർ സീരീസിലേക്ക് കടക്കാം. ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു കൺസ്ട്രക്റ്റ് വേണ്ടി വരും. എൽസ്, ഇഫ് എൽസ്, ഇഫ് എൽസ്. അപ്പോൾ ഇഫ്, എൽസ് ഇഫ്, എൽസ് എന്ന് പറഞ്ഞ 3 കൺസ്ട്രക്റ്റ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് അല്ലേ? അപ്പോൾ 3 നമ്പർ നമുക്ക് റീഡ് ചെയ്യണം. എ ബി സി. എ ആണ് ലാർജസ്റ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് ബിനെ കാട്ടി വലുതായിരിക്കും, എ എന്ന് പറയുന്നത് സിനെ കാട്ടിയും വലുതായിരിക്കും. സോ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അങ്ങനെയാണെങ്കിൽ ആരാ വലുത്? എ ഈസ് ലാർജർ. അതല്ല, എൽസ് ഇഫ് അതല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം? ബി ആണ് വലുതെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ബി ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരാ വലുത്? ബി ആയിരിക്കും വലുത്. ഇത് 2 കണ്ടീഷനും അല്ല എന്നുണ്ടെങ്കിൽ ആരായിരിക്കും വലുത്? സി ആയിരിക്കും വലുത്. അതാണ് ഇവിടെ ഫ്ലോ ചാർട്ടിനകത്ത് പറയുന്നത്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്ന് നോക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എ. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് മീനിങ്? ബി ആണോ വലുതെന്ന് പറഞ്ഞ് ഞാൻ ചെക്ക് ചെയ്യുന്നു. ബി ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി. ബി ഗ്രേറ്റർ ദാൻ സി ആണ്. ഇവിടെ ഒരു തെറ്റുണ്ട്. ബി ഗ്രേറ്റർ ദാൻ സി ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് വലുത്? ബി ആണ് വലുത്. ഇതല്ല എന്നുണ്ടെങ്കിൽ ആരാ വലുത്? സി ആണ് വലുത്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്തു. ഇതൊന്ന് പ്രോഗ്രാമായിട്ടൊന്ന് എഴുതി നോക്കാം. void main, ഞാൻ 3 നമ്പർ വാങ്ങിക്കണം. ഇൻറ്റ് എ കോമ ബി കോമ സി. പ്രിന്റ് എഫ് enter the value of a comma b and c. scanf percentage d percentage d percentage d, that is ampersand a comma ampersand b comma ampersand c. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെക്ക് ചെയ്യണം. ആരാ? എ ആണ് വലുതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ വലുതാണെങ്കിൽ എന്താണ് മീനിങ്? എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പ്രിന്റ് ചെയ്യുന്നു? പ്രിന്റ് എഫ് എ യുടെ വാല്യൂ ഈസ് ലാർജർ കോമ എ ലാർജ് ഡോട്ട് സി. else if space if b greater than a and b greater than c ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആരാ വലുത്? അങ്ങനെയാണെങ്കിൽ ബി ആണ് വലുത്. സോ പ്രിന്റ് എഫ് പെർസെൻറ്റേജ് ഡി ഈസ് ലാർജർ ബി. ഇത് 2 കണ്ടീഷനും അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൽസ് ആരാ വലുത്? then printf percentage d is larger. so ആരെ പ്രിന്റ് ചെയ്യും? സീനെ പ്രിന്റ്. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ലാർജസ്റ്റ് ഓഫ് 3 ലാർജ് ഡോട്ട് സി. അപ്പം ഞാൻ എത്ര വാല്യൂസ് വാങ്ങിക്കണം? 3 വാല്യൂസ് വാങ്ങിക്കണം. ഞാൻ 10 20 30 വാങ്ങിക്കാം. 10 20 30 ആരാ വലുത്? 30 ഈസ് ലാർജ്. ഒരെണ്ണം കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. 20 25 40 ആരാ വലുത്? 25 ആണ് വലുത്. 25 ഈസ് ലാർജ്. കറക്റ്റാണ്. നൗ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പുതിയൊരു ടോപ്പിക്കും കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ടെർണറി? ടെർണറി എന്ന് പറയുന്നത് 3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 3
ഓപ്പറൻസ് ഉണ്ട്. ടെർണറി ബൈനറി എന്ന് പറയുമ്പോൾ 2 ഓപ്പറൻസ്, ഇവിടെ 3 ഓപ്പറൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ടെർണറി പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ടെർണറിയുടെ സിമ്പൽ. ഫസ്റ്റ് വൺ ഒരു എക്സ്പ്രഷൻ പറയുന്നു. എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്പ്രഷൻ 2 കോളൻ എക്സ്പ്രഷൻ 3. ദാറ്റ് ഈസ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇഫ് എക്സ്പ്രഷൻ 1 ഈസ് ട്രൂ then expression 2 will execute. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ്പ്രഷൻ 2വിനകത്ത് എന്ത് എഴുതും അത് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് അതായത് ഫോൾസ് ആവുമ്പോൾ അതർവൈസ് എക്സ്പ്രഷൻ 3 will get executed. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 3 എക്സിക്യൂട്ട് ചെയ്യും. അപ്പം നമുക്ക് ഒരു ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് ടെർണറി ഓപ്പറേറ്റർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് എന്നിട്ട് 3 നമ്പേഴ്സ് ചെയ്യും. ഓക്കെ, ലാർജസ്റ്റ് ഓഫ് 2 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 നമ്പർ വാങ്ങിച്ചാൽ മതി. ഓക്കെ, ABC. അപ്പോൾ ഞാൻ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ ഒരു ലാർജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. ഓക്കെ, ലാർജ് ഞാൻ എഴുതാൻ പോകുന്നത് നോക്കുക, ശ്രദ്ധിക്കുക. ലാർജ് ഈക്വൽ ടു ഞാൻ ഒരു ടെർണറി ഓപ്പറേറ്റർ എഴുതാം. A ഗ്രേറ്റർ ദാൻ B. A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ആരാണ് വലുത്? A. അല്ലെങ്കിൽ ആരാണ്? B. സോ എനിക്ക് ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലാർജ് എന്ന് പറയുന്നത് എന്തായിട്ട് അസൈൻ ചെയ്യും? A ആയിട്ട് അസൈൻ ചെയ്യും. ലാർജ് എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആരായിട്ട് അസൈൻ ചെയ്യും? B ആയിട്ട് അസൈൻ ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ വർക്കിംഗ്. സോ ലാർജ് ഈക്വൽ ടു %d, ലാർജ്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. a.exe. So 10, 20. Large equal to 20. Correct ആണ്. Now largest of 3 numbers. Largest of 3 numbers ഞാൻ ചെയ്യാൻ പോവാണ്. 3 ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ലാർജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ലാർജ് ഈക്വൽ ടു A greater than B and A greater than C. A greater than C ആണെന്നുണ്ടെങ്കിൽ ആരാ വലുത്? A. ഓക്കെ, A greater than B and A greater than C ആണെങ്കിൽ ആരാ വലുത്? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ A ആണ് വലുത്. ഇതല്ല എന്നുണ്ടെങ്കിൽ ആരൊക്കെ വരാം? B അല്ലെങ്കിൽ C വരാം. അപ്പോൾ വീണ്ടും ഒരു ടെർണറി ഓപ്പറേറ്റർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് B greater than A and B greater than C. ഇത് ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആരാ വലുത്? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആരാ വലുത്? B ആണ് വലുത്. അല്ലെങ്കിൽ ആരാ വലുത്? C ആ വലുത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ലാർജ് കണ്ടുപിടിക്കുന്നത്. ലാർജ് ഈക്വൽ ടു %d, ലാർജ്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. a.exe. 25, 16, 3 ആരാ വലുത്? അല്ലെങ്കിൽ 43, 34. 34 ആണ് വലുത്. അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് കണ്ടുപിടിച്ചു.